സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം സിബിഐക്ക് വിടാൻ തീരുമാനിച്ച് സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും നടപടി വൈകുന്നു. ആവശ്യമുന്നയിച്ച് ഇതുവരെ സംസ്ഥാന സർക്കാരിൽ നിന്നും ആരും കേന്ദ്രത്തെ സമീപിച്ചിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറുപടി പറയേണ്ടി വരുന്നതിനാലാണ് തിടുക്കപ്പെട്ട് തീരുമാനമെടുത്തതെന്നാണ് ആക്ഷേപം. ഈ മാസം 9-നാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിയെ കണ്ട് മകന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടത്. ആവശ്യം അംഗീകരിച്ച് അന്ന് സർക്കാർ ഉത്തരവും ഇറക്കി. എന്നാൽ 10 ദിവസം കഴിഞ്ഞിട്ടും സിബിഐ അന്വേഷണവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. സിബിഐ അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് കത്ത് നൽകണം. പേഴ്സണൽ മന്ത്രാലയം സിബിഐക്ക് കത്ത് കൈമാറുകയും അന്വേഷണത്തിൽ സിബിഐ തീരുമാനമെടുക്കുകയും വേണം. എന്നാൽ ഇതുവരെ സർക്കാർ കേന്ദ്രത്തിന് കത്ത് നൽകിയിട്ടില്ല. ഇപ്പം സിബിഐക്ക് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇതുവരെയും കൊടുത്തില്ലെങ്കിൽ എന്താ ചെയ്യുക? ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ കുടുംബവും ചെന്നിട്ട് എവിടെയാണ് ചെന്ന് കിടക്കേണ്ടത് ഞാൻ അവിടെ ചെന്ന് കിടക്കും. അങ്ങനെ മാത്രമല്ല ചെയ്യുന്നത്. ഇപ്പം എൻ്റെ മകൻ എങ്ങനെയാണ് കിടന്നത്? 130 കുട്ടികളെ മുമ്പ് വെച്ചിട്ട് എൻ്റെ മകൻ ശരിക്കും അവന് ഒരു ഉടുതുണി പോലും ഇല്ലാതെയാണ് അവർ 2-3 ദിവസം അവനെ ഇത്രയും മാനസികമായിട്ട് ശാരീരികമായി പീഡിപ്പിച്ചത്. അവന് ഒരു തുണി പോലും കൊടുക്കാതെ. അപ്പോൾ അതിൽ നിന്നും വലിയ അവൻ അനുഭവിച്ചതൊന്നും വലിയ നാണക്കേടല്ല ഇത്. ചിലപ്പോൾ അതുപോലെ ഞാൻ പ്രതികരിച്ചെന്നിരിക്കും. ആ മന്ത്രിയുടെ വീട്ടിൽ പോയിട്ട് എവൻ്റെ ഗതി എങ്ങനെയാണ് അവിടെ നിന്നത്, ഞാൻ ചിലപ്പോൾ അതേ രീതിയിൽ അതേ രൂപത്തിൽ തന്നെ ഞാൻ പ്രതികരിക്കും. SFIക്കാർ പ്രതികളായ കേസിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് സിബിഐ അന്വേഷണത്തിന് വിട്ടതെന്ന ആക്ഷേപം ശക്തമാണ്. ഈ ആഴ്ച തന്നെ കേന്ദ്രത്തെ സമീപിക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതേസമയം തീരുമാനം വൈകിയാൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് ജയപ്രകാശിന്റെ തീരുമാനം. ജനം, തിരുവനന്തപുരം.